കുറുവ മോഷണ സംഘത്തിൽ ഇനി പിടിയിൽ കിട്ടാനുള്ളത് 5 പേരാണെന്ന് പോലീസ്. എല്ലാ പോലീസ് സ്റ്റേഷനിലേക്കും കുറുവ സംഘങ്ങളുടെ ചിത്രങ്ങൾ എത്തിച്ചു കഴിഞ്ഞു. മോഷ്ടാക്കളെ പിടികൂടാൻ കേരള തമിഴ്നാട് പോലീസ് പൂർണ്ണ സജ്ജമെന്ന് ആലപ്പുഴ SP ME മോഹനചന്ദ്രൻ പറയുന്നു. ഈ ഓപ്പറേഷന് ശേഷം ഇവിടുന്ന് വിട്ടുപോയ ആളുകൾ, അങ്ങനത്തെ കുറച്ച് ആളുകളൊക്കെ വെരിഫൈ ചെയ്തതിൻ്റെ ഭാഗമായിട്ടാണ് പിന്നീട്. കാരണം അതിലൊരു കുറച്ചുകൂടി പേര് 4-5 പേരും കൂടി ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്തു എന്നുള്ളത് മനസ്സിലായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടുള്ള ലേറ്റസ്റ്റ് ക്യാച്ചാണ്, ഓഫ് ലൈറ്റ് ആയിട്ടുള്ള ക്യാച്ചാണ് ഇപ്പോൾ ഈ 2 പേര്, നാഗരാജും കറുപ്പയ്യും. ആലപ്പുഴയിൽ നിന്ന് മനീഷ് മഹിബാൽ തത്സമയം ചേരുന്നു. മനീഷ്, പ്രൈം ടൈമിലേക്ക് സ്വാഗതം. ഈ കുറുവ സംഘത്തെ കുറിച്ചുള്ള പേടി ഓർത്ത് നമുക്ക് ഉറങ്ങേണ്ട അവസ്ഥയില്ലല്ലോ. കുറുവ സംഘം ഉടൻ നാട്ടിലേക്ക് വരില്ല എന്നല്ലേ SP പറയുന്നത്? അതെ SK, നിലവിൽ കഴിഞ്ഞ 3 മാസക്കാലമായി പ്രത്യേകിച്ച് മധ്യ കേരളത്തിൽ ആലപ്പുഴ, ഇടുക്കി, കോട്ടയം, എറണാകുളം ഈ 4 ജില്ലകളിലായിരുന്നു പ്രധാനമായും തേനി അത് കേന്ദ്രീകരിച്ച് ഉള്ള ഈ കുറുവ സംഘം ഈ ശല്യം ചെയ്തിരുന്നത്. നമ്മുടെ വീടുകളിലൊക്കെ തന്നെ എത്തി മോഷണ ശ്രമവും മോഷണം നടത്തിയിരുന്നു. നിലവിൽ ഇതുമായി ബന്ധപ്പെട്ട ഏറെയും ആളുകളെ പിടികൂടിയതായും ഇവരെ തിരിച്ചറിഞ്ഞ് ഇവർ മറ്റ് സ്ഥലങ്ങളിലേക്ക് ഒളിവിൽ പോയതായും പോലീസ് മനസ്സിലാക്കിയിട്ടുണ്ട്. ഇനി ഈ 4 ജില്ലകളിലായി 12 കേസുകളായി 5 പേർ ഏകദേശമാണ് ഈ കണക്ക്. 5 പേർ എന്താണെങ്കിലും അതൊരു 10 പേരിൽ താഴെ മാത്രമാണ്. നിലവിൽ പോലീസിന്റെ തമിഴ്നാട് സ്റ്റേറ്റ് ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ നൽകിയിട്ടുള്ള ചിത്രങ്ങൾ അനുസരിച്ച് 5 പേരെന്നാണ് കണക്ക്. പക്ഷെ അത് പോലീസിന് ആ ചിത്രങ്ങൾ എന്തുകൊണ്ട് പുറത്ത് വിട്ടുകൂടാ എന്നുള്ള ചോദ്യമുണ്ട്. പക്ഷെ അത് പുറത്ത് വിട്ടാൽ ഒരു പക്ഷേ ഇവർ രഹസ്യമായി നിലവിൽ ഇപ്പോഴും കേരളത്തിൽ പലയിടങ്ങളിലും ഇവർ ഫാമിലി, അതായത് കുടുംബസമേതം താമസിക്കുന്നുണ്ടായിരിക്കാം. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള വിവരങ്ങൾ പുറത്തു വിട്ടാൽ ഇവർ ഒരുപക്ഷെ രക്ഷപ്പെടാം. അതുകൊണ്ടാണ് ആ ചിത്രങ്ങൾ പോലീസ് പുറത്തുവിടാത്തത് എന്നുള്ള കാര്യമാണ് വ്യക്തമാക്കുന്നത്. ഇപ്പോൾ നിലവിൽ ഈ ഇവരെ പിടികൂടാനുള്ള ഒരു സംഘം പോലീസ് ഇപ്പോഴും പ്രവർത്തിക്കുന്നുണ്ട്. ഒരു ആന്റി കുറുവ സംഘം ഇപ്പോഴും പ്രവർത്തിക്കുന്നുണ്ട്. മുഴുവൻ ആളുകളെയും പിടികൂടിയതിനു ശേഷം മാത്രമേ അത് പിരിച്ചുവിടുകയുള്ളൂ. ആലപ്പുഴ SP ഇപ്പോൾ അറിയിക്കുന്നത് ഉടനെയെങ്ങും ഈ കുറുവ സംഘത്തിന്റെ ഒരു ശല്യം അല്ലെങ്കിൽ ഒരു ഭീതി കേരളത്തിലേക്ക് എത്തുകയില്ല. കാരണം ഇതുമായി ബന്ധപ്പെട്ട സംഘങ്ങളെ മുഴുവനായി പോലീസ് തിരിച്ചറിഞ്ഞിട്ടുണ്ട് എന്ന് അവർക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ ആലപ്പുഴ ജില്ലാ പോലീസ് മേധാവി പറയുന്നൊരു കാര്യം, ഒരു വിചിത്രമായ കാര്യം, അതായത് അദ്ദേഹം പറയുന്നൊരു കാര്യം, ഈ കുറുവ സംഘം കേരള കോൺഗ്രസ് അതുപോലെയാണ്. അതായത് ഈ വളരും തോറും പിളരും തോറും വളരും എന്ന് പറയുന്ന പോലെ ഇതിൽ തന്നെ ഒരുപാട് ഘടകങ്ങളുണ്ട്. ഇപ്പോൾ നിലവിൽ ഏറ്റവും അവസാനമായി പിടികൂടിയിട്ടുള്ളത് കല്ലട്ടാർ എന്ന് പറയുന്നൊരു സംഘമാണ്. അത് ഈ കുറുവ സംഘത്തിൽ തന്നെ ഉള്ള ഒരു ഉപവിഭാഗമാണ്. ഇവർ മോഷണം നടത്തിയ തുകയുമായി ബന്ധപ്പെട്ട തർക്കം, ഇവരുടെ വിശ്വാസവുമായി ബന്ധപ്പെട്ട തർക്കത്തെയൊക്കെ തുടർന്ന് പിന്നീട് പിണങ്ങി പിരിയുന്ന സംഘങ്ങളായിരിക്കും മറ്റൊരു പേരിൽ അറിയപ്പെടുക. അങ്ങനെ ഇവരെ പിടികൂടുമ്പോഴായിരിക്കും ഏറ്റവും അവസാനമായി ഈ മോഷണം നടത്തിയ ആളുകളെ പറ്റിയുള്ള വിവരങ്ങൾ ഇവർ കൈമാറുക. നിലവിൽ അന്വേഷണ സംഘത്തിന്റെ വിവരമനുസരിച്ച് അതായത് ന്യൂ ജനറേഷന്റെ കുറുവ സംഘത്തിന്റെ തലവൻ സന്തോഷ് സെൽവരാണ്. സന്തോഷ് സെൽവത്തെ പിടികൂടിയത് ഏകദേശം ഒരു 1.5 മാസങ്ങൾക്ക് മുൻപാണ്. ഈ 1.5 മാസങ്ങൾക്ക് മുൻപ് സന്തോഷ് സെൽവത്തെ പിടികൂടിയതിനു ശേഷം പിന്നീട് കേരളത്തിൽ എവിടെയും കുറുവ സംഘത്തിന്റെ ഭീഷണി അല്ലെങ്കിൽ അത്തരത്തിലുള്ള മോഷണ ശ്രമങ്ങളോ മോഷണമോ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ നിലവിൽ ഈ സംഘം ഇപ്പോൾ ഉടനെയെങ്ങും കേരളത്തിലേക്ക് എത്തുകയില്ല. ഇനി ഈ 5 പേരുള്ളത് കേരളത്തിന് പുറത്ത്, അതായത് ഈ ദക്ഷിണേന്ത്യക്ക് പുറത്ത് മറ്റെവിടെയെങ്കിലും മുംബൈയിലോ മഹാരാഷ്ട്രയിലോ ഡൽഹിയിലോ പോലുള്ള സ്ഥലങ്ങളിലൊക്കെ തന്നെ ഇവർ എത്തിയേക്കാം. അതല്ലെങ്കിൽ കേരളത്തിലോ തമിഴ്നാട്ടിലോ ഒക്കെ തന്നെ ഇവർ താമസിച്ചേക്കാം. പക്ഷേ ഉടനെയെങ്ങും ഇവർ എത്തുകയില്ല. കാരണം ഇതുമായി ബന്ധപ്പെട്ട് തമിഴ്നാട് പോലീസ് അറിയിക്കുന്നത് ഇവർ തമിഴ്നാട്ടിൽ ഒളിവിൽ താമസിക്കാനുള്ള സാധ്യത വളരെ വിരളമാണ്. കാരണം ഇവർ 15 വർഷത്തിന് മുൻപ് വരെ നടത്തിയ പല മോഷണ കേസുകളിലെ പ്രതികളെ ഇപ്പോഴും തമിഴ്നാട് പോലീസിന് പിടികൂടാൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ തമിഴ്നാട്ടിൽ പലയിടങ്ങളിൽ ഇവർക്ക് ഒളിവിൽ താമസിക്കാൻ, പ്രത്യേകിച്ചും ഇവരുടെ ആവാസ മേഖലകളിൽ പോലും ഇവർക്ക് താമസിക്കാൻ പോലീസിന്റെ വെല്ലുവിളി ഉള്ളത് കൊണ്ട് തന്നെ ഇവർ അവിടെ കാണാനുള്ള സാധ്യത വിരളമാണ്. അതുകൊണ്ട് തന്നെ ഇവർക്ക് വേണ്ടിയുള്ള അന്വേഷണം നടത്തേണ്ടത് ഇവർ താമസിക്കുന്ന തേനിയിലോ കമ്പത്തോ തുടങ്ങിയ മേഖലകളിലല്ല, മറിച്ച് കേരളത്തിന്റെ തന്നെ വളരെ സംശയം കൂടാത്ത തരത്തിൽ കുടുംബസമേതം ഇവർ മറ്റ് ചില കൂലിപ്പണികൾ അല്ലെങ്കിൽ പിച്ചാത്തിയുടെ മൂർച്ച കൂട്ടൽ തുടങ്ങിയ പണികളൊക്കെ തന്നെ ചെയ്ത് ജീവിക്കുന്ന ചില ആളുകളുണ്ട്. അങ്ങനെ ജീവിക്കുന്ന സമൂഹത്തിൽ ഇവർ ഉണ്ടാകും എന്നൊരു കാര്യമാണ് തമിഴ്നാട് ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ അല്ലെങ്കിൽ പോലീസ് അറിയിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഇതുവരെയും ഈ പോലീസിന്റെ കയ്യിൽ എല്ലാവരുടെയും ചിത്രങ്ങളില്ലായിരുന്നു. പക്ഷേ കേരള പോലീസുമായി ചേർന്നാണ്, അത്
CCTV ക്യാമറകളിൽ നിന്ന് അടക്കം ലഭിക്കുന്ന ദൃശ്യങ്ങൾ, പോലീസ് അറസ്റ്റ് ചെയ്ത പ്രതികളുടെ ദൃശ്യങ്ങൾ ഒക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് ഇപ്പോൾ തമിഴ്നാട് പോലീസ് വിപുലമായി ഇത്തരത്തിലുള്ള കുറുവ സംഘങ്ങളുടെ മുഴുവൻ ആളുകളുടെയും, നിലവിൽ മോഷണം നടത്തിയുള്ള മുഴുവൻ ആളുകളുടെയും ചിത്രങ്ങൾ സമാഹരിച്ചുകൊണ്ടുള്ള ഒരു ലിസ്റ്റ് തയ്യാറാക്കിക്കൊണ്ട് കേരളത്തിലെയും തമിഴ്നാട്ടിലെയും എല്ലാ പോലീസ് സ്റ്റേഷനുകളിലേക്കും ആ ലിസ്റ്റ് കൈമാറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിലവിൽ മോഷണമല്ല, മറ്റൊരു തരത്തിൽ സംശയാസ്പദമായ ഒരാളെ കണ്ടാൽ പോലും ഇപ്പോൾ തമിഴ്നാട്ടിൽ നിന്നെത്തുന്ന എല്ലാവരെയും നമുക്ക് പോലീസിന് ചോദ്യം ചെയ്യാൻ സാധിക്കുകയില്ല. പക്ഷേ അതുകൊണ്ട് തന്നെ ഈ ദൃശ്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് കേരളത്തിൽ തന്നെ തമിഴ്നാട്ടിൽ നിന്ന് എത്തി ജോലി ചെയ്യുന്ന ആളുകൾക്ക് ഈ രൂപസാദൃശ്യമുണ്ടോ എന്ന് പോലീസിന് എളുപ്പത്തിൽ തിരിച്ചറിയാൻ പാകത്തിനാണ് ഈ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ ചിത്രങ്ങൾ നിലവിൽ എല്ലാ പോലീസ് സ്റ്റേഷനിലേക്കും കൈമാറിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ആലപ്പുഴ ജില്ലാ പോലീസ് മേധാവി അറിയിക്കുന്നത് ഒരിക്കലും ഇനി ഉടനെ തിരിച്ചു വരികയില്ല. കാരണം ഇവരുടെ ചിത്രങ്ങളടക്കം ലഭ്യമായതുകൊണ്ട് ഇവർ പകൽ സമയങ്ങളിൽ മറ്റെന്തെങ്കിലും ജോലി ചെയ്തതിനു ശേഷം രാത്രികാലങ്ങളിൽ മോഷണത്തിനെത്താനുള്ള സാധ്യത അത് കുറയ്ക്കുകയാണ് ഈ ചിത്രങ്ങൾ പുറത്തുവിട്ടതോടുകൂടി. അതുകൊണ്ട് തന്നെ പോലീസിലെ തന്നെ രഹസ്യ അന്വേഷണ വിഭാഗം ഇത്തരത്തിലുള്ള ദൃശ്യങ്ങളടക്കം പല പുറത്തു നിന്നുള്ള തൊഴിലാളികളെ ഈ കേരളത്തിൽ എത്തിച്ചുകൊണ്ട് പണിയെടുപ്പിക്കുന്ന കോൺട്രാക്ടർമാർക്കടക്കമുള്ള ആളുകൾക്ക് കൈമാറിയിട്ടുണ്ട്. ഇനി ഈ 5 പേരെ പിടികൂടാനുള്ളതിൽ അത് സന്തോഷ് സെൽവവുമായി വളരെ ബന്ധമുള്ള ആളുകളാണെന്നാണ് പോലീസിന്റെ നിഗമനം. അത് പുതിയ കാലത്തെ മോഷ്ടാക്കളാണ്. ഇന്ന് തന്നെ നമ്മൾ പുറത്തുവിട്ട 2 ചിത്രങ്ങളുണ്ട്. ഒന്ന് കറുപ്പയ്യയും നാഗരാജുമാണ്. അവർ വർഷങ്ങൾക്ക് മുൻപ് കേരളത്തിൽ മോഷണം നടത്തി പിന്നീട് ഇപ്പോൾ പിടിക്കപ്പെട്ട ആളുകളാണ്. SK. ഓക്കെ, താങ്ക് യു. മനീഷ് മഹിബാലാണ് വിവരങ്ങൾ നൽകിയത്.